നിങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയേ, ഞങ്ങൾക്ക് പഠിക്കണം. ആരായി കുട്ടി? വിരലിന്റെ സൈസ് പോലുമില്ല, എതിർത്ത് സംസാരിക്കുന്നു. ഇത് നിന്റെ വീടാണോ അവളുടെ വീടാണോ? അതെ, ഇത് ഞങ്ങളുടെ വീടാ. നിങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയേ. എന്റെ ഫ്രണ്ട്സിനെ പുറത്തു പോകാൻ പറയുന്നു. ഇതിനാരാ നിന്നെ എന്തിനാ തടയുന്നേ? ഇവന് നിന്നെ ഒരു പേടിയില്ലല്ലോ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ കൈ കയറി പിടിച്ചേ? എന്താടാ, വലിയവരോട് ബഹുമാനല്ലടാ, നിന്റെ ചെറിയമ്മയുടെ കൈ കയറി പിടിക്കുന്നു. എന്റെ അനിയത്തിമാർക്കെതിരെ കയ്യോങ്ങിയ ചെറിയമ്മയല്ല, എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ഞാൻ എതിർക്കും. എന്താ ഉണ്ടായ ഉണ്ണി? നോക്ക് വല്യമ്മേ, ചെറിയമ്മ അനുവിനെ അടിക്കാൻ പോകുന്നു. എന്തിനാ കാർത്തികേ? അവളുടെ ഇഷ്ടത്തിന് ടി വി ഓഫ് ചെയ്തു. എന്നെ എന്റെ ഫ്രണ്ട്സിനെയും പുറത്തു പോകാൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് അനിയത്തി ടി വി ഓഫ് ചെയ്തത്. ഇപ്പൊ ഞാനും പറയുന്നു, എല്ലാരും പുറത്തു പോ. ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ പറയുന്നോ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? നിന്നെ എന്തിനാ നീ ഉണ്ണിക്ക് നേരെ കൈ ഓങ്ങിയത് കാർത്തിക? ഇവൻ എന്നെ എന്റെ ഫ്രണ്ട്സിനെ പുറത്തു പോകാൻ പറഞ്ഞു. ആരാ ഇവരൊക്കെ? എന്റെ ഫ്രണ്ട്സാ. ഇവരിവിടെ എന്താ ചെയ്യുന്നേ? ഇവര് വലിയ ബഹളം ഉണ്ടാക്കി ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണം, ഡിസ്റ്റർബൻസ് ആയിരിക്കുന്നു, ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്തില്ല. അനിയത്തി വന്ന് ചെറിയമ്മയുടെ ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞമ്മേ. അതിന് ചെറിയമ്മ അനുവിനെ അടിക്കാൻ പോയി, അത് ഞാൻ തടഞ്ഞു. ആരാ കാർത്തിക ഈ കുട്ടികള്? കോടതിയിൽ സാക്ഷി പറയുന്നത് പോലെ ഒന്ന് പറയുന്നുണ്ടല്ലോ. ഇവര് കുട്ടികളൊന്നുമല്ല, കാഞ്ഞ വിത്തുകളാ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്താ പബ്ബാണെന്നോ? നിങ്ങൾ കുടിച്ച് ഓരോന്ന് കാണിക്കുന്നത് പോരാഞ്ഞിട്ട് ഈ കൊച്ചു കുട്ടികളെ വഴക്കം പറയുന്നോ? കണ്ടില്ല അഖിൽ, നിന്റെ ഏട്ടത്തി എന്റെ ഫ്രണ്ട്സിനെ തല്ലി അപമാനിച്ചത്. അവരെയല്ല, നിന്നെയാ അടിക്കേണ്ടത്. എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞപ്പോ വയറുവേദനയാണെന്ന് കള്ളം പറഞ്ഞ ഫ്രണ്ട്സുമായിട്ട് പാർട്ടി നടത്തുക അല്ലേ? കൊച്ചു കുഞ്ഞിനെ അടിക്കുന്ന നിനക്ക് നാണമില്ലടി? അവർക്കോ വിവരമില്ല. ഇളയമ്മക്കെങ്കിലും അത് പറഞ്ഞിടായിരുന്നോ? നിങ്ങളും കൂടി അവരോടൊപ്പം ചേർന്ന് ഓരോന്ന് കാണിക്കാണോ? എന്താ ചേച്ചി ഇത്? വീട്ടിൽ ഇതൊക്കെ നടക്കുന്നത് കണ്ടിട്ട് ചേച്ചിക്കെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് പറയാറുന്നില്ലേ? ഉടനെ പോകുമെന്നാണ് പറഞ്ഞത് വസു. ഞാൻ പറഞ്ഞിട്ടും അവരനുസരിച്ചില്ല. എന്റെ ഫ്രണ്ട്സ് എന്തിനു പെട്ടെന്ന് പോണം? ഈ വീട്ടിൽ എനിക്ക് പങ്കില്ലേ, സ്വാതന്ത്ര്യമില്ലേ? നിനക്ക് കോമൺ സെൻസ് ഇല്ല. എന്നെ നോക്കാൻ നിനക്ക് നേരമില്ല അല്ലേ? ഫ്രണ്ട്സിന്റെ കൂടെ പാട്ട് നടത്താൻ ഒരു കുഴപ്പമില്ല. എന്നോട് നിനക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്നാ നിനക്ക് ഈ വീടിനോടെങ്കിലും റെസ്പെക്ട് വേണ്ടേ? വീടിനെ പബ്ബാക്കി കുത്തി മറിയാ നീ. നീയും എന്നെയാണ് വഴക്ക് പറയുന്നേ? ഇത്രയും നാളും ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിലിരുന്ന് സ്ട്രെസ് അനുഭവിച്ചു. ഇപ്പൊ റിലാക്സ് ചെയ്ത എന്താ കുഴപ്പം? അതിനൊക്കെ ഒരു സമയവും കാലവും ഉണ്ട്, സ്ഥലവും ഉണ്ട്. പോരാ
പോരാത്തതിന് അഖിൽ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ നിനക്ക് എങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നു? ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്ക് ഉത്തരവാദിത്തം ഇല്ലേ? നീ കാരണമല്ലേ അഖിലിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആഗ്രഹിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ? ഇതിനു വേണ്ടിട്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാണോ? അതോ നിങ്ങളും കാർത്തികയെ പോലെ ഭർത്താവിനെ വിട്ടിട്ട് വന്നതാണോ? പട്ടാപ്പകല് കുടിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുക പെൺകുട്ടികളല്ലേ നിങ്ങളൊക്കെ? ലൈഫിൽ അല്പം പോലും സീരിയസ്നെസ് ഇല്ലേ നിങ്ങൾക്ക്? ഛേ, എന്ത് ജീവിതം നിങ്ങളുടെ! എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞാ മതി. എന്റെ ഫ്രണ്ട്സിനെ ഒന്നും പറയണ്ട. ഞാൻ വിളിച്ചിട്ട് അവര് വന്നത്. ഇവളെ കൊന്നേക്ക് എടുത്തി കഴുത്ത് ഞെരിച്ച് കൊല്ലണം. എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു അത്. ഇവള് കാരണം എന്റെ കാലം നഷ്ടപ്പെട്ട് ഈ കാണുന്ന അവസ്ഥയിലായി പോയത്. ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് ഉടനെ പുറത്തു പോണം. കാർത്തിക, ഞങ്ങൾ പോട്ടെ. ബായ് കാർത്തിക. ബായ് കാർത്തിക. സോറി കാർത്തിക. ഞാനിവിടെ നിന്നാലേ വസു എനിക്കിട്ടും പണി തരും. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. നീ എന്താ ഈ ചെയ്യുന്നതെന്നൊക്കെ നിനക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? വീണ്ടും വീണ്ടും നിന്നെ അടിച്ചു നേരെയാക്കാൻ നീ ചെറിയ കുട്ടിയൊന്നും അല്ല. നീ സ്വയം മനസ്സിലാക്കുമെന്ന് കരുതിയപ്പോ നീ ഇപ്പൊ അതിന് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നിന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക കാർത്തിക. നിങ്ങൾ എനിക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ എനിക്ക് വെറും ഏട്ടത്തി മാത്രമാണ്, എന്റെ അമ്മായിയമ്മയല്ല. ഇവള് മാറൂന്നും മാറ്റിയെടുക്കാന്നൊക്കെയല്ലേ എടുത്തി പറഞ്ഞത്. ഈ ജന്മത്തിൽ അവള് മാറാൻ പോകുന്നില്ല. അവൾ ആവശ്യമില്ലാതെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അന്നേ പറഞ്ഞു അയച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ഈ വീൽ ചെയറിൽ ഇരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. തെറ്റുപറ്റി എടുത്തി. ഇനിയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ആവേശം കാണിക്കാതെ അഖിൽ, കുറച്ച് സമാധാനായിട്ടിരിക്കുക. കാർത്തികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദിവസം ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കിയാ എങ്ങനെ ആവേശം കാണിക്കാതിരിക്കുന്നേ? എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും? ക്ഷമിക്കാൻ പഠിക്കണോ അഖിൽ? ഇന്നലെ എല്ലാം നേരെയായി വരൂ. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നീ ഒരു കാരണവശാലും സ്ട്രെസ് എടുക്കാൻ പാടില്ല എന്ന്? കൂളായിട്ടിരിക്കുക. കുട്ടികളെ, നിങ്ങൾ പോയി പഠിക്ക്. കാർത്തിക എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സ്വത്ത് തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊരു മാറ്റം അവളിൽ ഉണ്ടാവുമോ? ഏട്ടനോട് ഇതേപ്പറ്റി സംസാരിക്കണം. എന്താ എന്തായി കാണിക്കുന്നേ? എന്താ ഏട്ടാ, എന്താ ഇത്രയ്ക്ക് സന്തോഷം? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ വസുന്ധരെ. അതുകൊണ്ട് അത് ആദ്യം എനിക്ക് തന്നോട് തന്നെ പറയണം. ഐ എം സോറി. സഡനായിട്ട് തന്നെ കെട്ടിപ്പിടിച്ച്. സന്തോഷം എന്താണെങ്കിൽ പറയേ. എടോ, നമ്മുടെ മുഴുവൻ പ്രോപ്പർട്ടീസും തിരിച്ചു കിട്ടി. ഏട്ടൻ എന്താ പറയുന്നേ? അല്ലെങ്കിലും സ്വത്തെല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയതല്ലേ? സോറി, തന്നോട് ഞാനൊരു കാര്യം മറച്ചു വെച്ചു. എന്താ ഏട്ടാ? അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയത് ഈ വീട് മാത്രമായിരുന്നു. മറ്റുള്ള സ്വത്തൊന്നും കിട്ടിയിരുന്നില്ല.
ഭാസ്കരയുടെ നേരെ അഖിലിൻ്റെ നേരെ ആ MLAയുടെ ആൾക്കാർ കൊടുത്ത കേസ് സോൾവ് ആകാതെ ഇരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാ സ്വത്തും കോർട്ടിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. ആ കാര്യം ഞാൻ ഒരുപാട് താമസിച്ചറിഞ്ഞത്. നമ്മുടെ ലോയറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ കേസ് സോൾവ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ കേസ് കൊടുത്തവർ അത് പിൻവലിച്ചാൽ മാത്രമേ നമ്മുടെ സ്വത്തെല്ലാം റിലീസ് ആകൂന്നാണ് പറഞ്ഞത്. അപ്പോ ഇപ്പൊ എന്താ നടന്നത്? കേസ് സോൾവ് ആയടോ. ഏട്ടൻ്റെ അഖിലിനെതിരെ കൊടുത്ത കേസ് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോർട്ടിൽ നിന്ന് കേസ് തള്ളി നമ്മുടെ എല്ലാ സ്വത്തുക്കളും നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം വന്നത്. എൻ്റെ വസുന്ധരെ, ഈ ഒരാഴ്ച ഞാൻ ശരിക്കും ടെൻഷൻ അനുഭവിച്ചു പോയടോ. സത്യം തന്നോട് പറയാൻ പറ്റാതെ സ്വത്തെങ്ങനെ തിരിച്ചെടുക്കുമെന്നറിയാതെ നരകവേദനയിലായിരുന്നു. ആ സമയത്ത് വീട് മാത്രമായിരുന്നു നമുക്ക് കിട്ടിയത്. എന്നാൽ കുടുംബം എങ്ങനെ കൊണ്ടുപോകും, ഓഫീസ് എങ്ങനെ റൺ ചെയ്യും, അതിനുള്ള കാശിന് എന്ത് ചെയ്യുന്നോർത്ത് ഞാൻ ഒരുപാട് സഫർ ചെയ്തു. ചെലവുകൾ കുറയ്ക്കണമെന്ന് പറഞ്ഞ് പാവം ഞാൻ തന്നോടും ആവശ്യപ്പെട്ടു. ഐ എം സോറി വസുന്ധര. ഏട്ടൻ അങ്ങനെയൊക്കെ നടന്നപ്പോ ഞാൻ ഒരുപാട് സംശയിച്ചു. എന്നാലും എത്ര തവണ ഞാൻ ഏട്ടനോട് ചോദിച്ചതാ. ഒരു തവണ പോലും സത്യം എന്നോടൊന്ന് പറഞ്ഞതുപോലുമില്ല. എന്നെ ഏട്ടനൊരു അന്യായിട്ടാണോ കാണുന്നേ? അങ്ങനെയൊന്നുമല്ല വസുന്ധര. ഏട്ടൻ ഇനി എന്നോടൊന്നും പറയണ്ട. സുഖവും ദുഃഖവും ഒന്നിച്ച് പങ്കുവെക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. നമുക്കിടയിൽ ഒരു രഹസ്യവും ഉണ്ടാകില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഏട്ടൻ എന്നിൽ നിന്നും ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചു. അപ്പൊ എന്നെ അന്യായിട്ട് തന്നെയാ കാണുന്നേ. ഐ ആം റിയലി സോറി. ഏട്ടന്റെ സോറി ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് അത്രയ്ക്ക് ഹേർട്ടായി. ശരി, പോട്ടെ വസുന്ധര. തന്റെ ദേഷ്യം മാറി ഒന്ന് സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏട്ടൻ എന്ത് ചെയ്താലും എന്റെ ദേഷ്യം മാറില്ല. ഏട്ടൻ എന്നോട് സംസാരിക്കണ്ട, പോടുന്നു. എടോ, ഞാൻ എങ്ങോട്ട് പോണെന്നാ പറയുന്നേ? ഏട്ടൻ എവിടെയാണോ ഇഷ്ടം അങ്ങോട്ടേക്ക് പൊക്കോ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയടോ. തനിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒന്ന് ഡാൻസ് കളിച്ചാലോ? അല്ലെങ്കിൽ കുറച്ചു നേരം സംസാരിച്ചിരുന്നാലോ? എന്നാ ഞാനൊന്ന് അഭിനയിക്കട്ടെ. താൻ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടട്ടെ. ഞാൻ പാടിക്കഴിഞ്ഞാൽ താൻ ഇവിടെ ഇറങ്ങി ഓടും. കേൾക്കാൻ തയ്യാറാണെങ്കിൽ പാടാൻ ഞാനും തയ്യാർ. ഓക്കെ? ചിരിച്ചല്ലോ. അയ്യോ, താങ്ക് യു. താൻ ചിരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുകഴ്ത്തിയത് മതി. എന്റെ ദേഷ്യം മാറിയിട്ടൊന്നുമില്ല. ദേഷ്യം വരുമ്പോ പോലും തന്നെ കാണാൻ നല്ല ഭംഗിയാ. താൻ സമാധാനത്തോടെ ഇരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയുണ്ടായേനെ. എന്തിനാ ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറയുന്നേ? അയ്യോ, ഞാൻ സത്യം പറഞ്ഞേ. നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. ഇനി എന്നോട് ഒരിക്കലും ഒരു കാര്യം ഒളിച്ചു വെക്കില്ലെന്നോ എനിക്ക് പ്രോമിസ് ചെയ്. തന്നിൽ നിന്ന് ഒരു കാര്യവും ഞാൻ ഇനി മറച്ചു വെക്കില്ല. പ്രോമിസ്. ഏട്ടനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും എന്നോട് മറച്ചു വെക്കില്ലെന്ന് പ്രോമിസ് ചെയ്. ആണുങ്ങൾക്ക് വിഷമവും ഉത്തരവാദിത്വമൊക്കെ ധാരാളം ഉണ്ടാവും. അതിലെല്ലാം ഒന്നും ഭാര്യയോട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്ന് വെച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ തനിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. ദുഃഖങ്ങൾ പങ്കുവെച്ചാലേ കുറയൂ. സന്തോഷങ്ങൾ പങ്കുവച്ചാൽ അത് കൂടുതലാവും. അതുകൊണ്ടാ തന്നോട് ഞാൻ ഈ ഗുഡ് ന്യൂസ് പറഞ്ഞത്. വിഷയം മാറ്റണ്ട. ഇപ്പൊ ഈ നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യണം. ശരി വസുന്ധര, പറയാം. അല്ല വസുന്ധര, ഞാൻ വന്നപ്പോ താൻ വളരെ ഡള്ളായിരുന്നല്ലോ.
പാടില്ലല്ലേ? പുറത്ത് എന്ത് നടന്നാലും വീട്ടിനകത്ത് എന്ത് നടന്നാലും നമ്മളത് ഒരുമിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ആകട്ടെ വസുന്ധര മാഡം. എന്താ റാണി ഈ ടൈമിൽ കോൾ ചെയ്തേ? ഞങ്ങള് വന്നതിന് ശേഷം നിന്റെ വീട്ടിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? അതെന്നും ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാ, അത് വിട്. അതല്ല, നിന്റെ രണ്ടാമത്തെ ചേട്ടത്തി എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കോ? ടോർച്ചറിങ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. അതെന്താടി? കോളേജിൽ വെച്ച് നീയല്ലേ എല്ലാവരെയും ഡോമിനേറ്റ് ചെയ്തത്? നീയല്ലേ എപ്പോഴും ലീഡർ ആയിരിക്കുന്നേ? അമ്മായിയമ്മയുടെ വീട്ടിൽ പൊസിഷൻ മാറിയോ? അവിടെ നീ വെറും ഡമ്മിയാണല്ലേ? ഡമ്മി പീസ് ഒന്നും അല്ല. മനസ്സിലായി. നല്ല പഠിച്ചിട്ടുണ്ട്, സുന്ദരിയാണ്, ബുദ്ധിയും സ്വത്തും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടൂടി ഏതോ ഒരുത്തിക്ക് വേണ്ടി എന്തിനാ അടിമയായിരിക്കുന്നേ? നീ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നീ അവിടെ 0 ആയിരിക്കും. നിനക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസും കാണില്ല. ഇനി ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിളിക്കാനും പറ്റില്ല, നിനക്ക് ഞങ്ങളെ വീട്ടിൽ വരാനും പറ്റില്ല. നീ ആ വീട്ടിൽ എപ്പോഴും അടിമയായിരിക്കും. കാർത്തിക, എന്നാലും നിന്റെ ഹസ്ബൻഡിന് ഒരു വിലയില്ലേ? നിന്നെ പറ്റി ഇല്ലാത്തതോ ഉള്ളതോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ അവര് പിരിക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. നീ കുറച്ച് സൂക്ഷിച്ചിരുന്നാ കൊള്ളാം. കാർത്തിക, ഇങ്ങനെയുള്ളവര് ഭയങ്കര ഡേഞ്ചറാണ് കാർത്തിക. നീ ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ടിരുന്നാ നിന്റെ കാര്യം പോക്ക. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. അഖിൽ, അഖിൽ വാട്ടർ വേണോ? അതെ എടുത്തേ. ഞാൻ പിന്നെ വിളിക്കാം. എന്താ എടുത്തി ചെയ്യുന്നേ? നീ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കാർത്തിക? അഖിലിന്റെ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണോന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ ഹസ്ബൻഡ് എന്റെ ഇഷ്ടം. എന്നെ പഠിപ്പിക്കാൻ നിങ്ങളാരാ? ഞാനും കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാ എപ്പോഴും ഞങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ കയറി വരുന്നേ? ഞങ്ങൾ തമ്മിൽ തെറ്റിച്ച് ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ നോക്കുവാണോ? കാർത്തിക, നീ എന്തൊക്കെയാടി പറയുന്നേ? ഇവര് ചെയ്യുന്നതൊക്കെ കണ്ട അങ്ങനെ തോന്നൂ. നിന്നെ നോക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ? ഓരോ തവണയും നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന് എനിക്ക് ക്ലാസ് എടുക്കുകയാണ്. നീ അഖിലിനെ നേരെ നോക്കിയിരുന്നെങ്കിൽ വസു അത് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ. കുറച്ചു നേരത്തേക്കൊന്ന് ഫോണിൽ സംസാരിക്കുന്നത് തെറ്റാണോ? അതിനുള്ളില് ഇവിടെ എന്തോ ഭൂകമ്പം ഉണ്ടായതുപോലെ അത്രയ്ക്കങ്ങ് ഫീൽ ചെയ്യാൻ. അഖിലിന് വാട്ടർ ബോട്ടിൽ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമായിരുന്നു. അത് നീ കണ്ടില്ലേ കാർത്തിക? ഞാനതിന് കണ്ണില്ലാത്ത അന്തയൊന്നും അല്ല. എനിക്ക് കണ്ണുണ്ട്, എല്ലാം ഞാൻ കാണുന്നുമുണ്ട്. കണ്ടുകൊണ്ടിരുന്നിട്ടും നീ എന്താ അഖിലിന് വെള്ളം കൊടുക്കാതിരുന്നത്? നീ എന്ത് ഇത്ര കെയർലെസ്നെസ് ആവുന്നേ? എന്താ കുറച്ചു നേരത്തേക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ തൊണ്ട എന്താ കരിഞ്ഞു പോവോ? ഇതൊരു വിഷയമാക്കി മാറ്റി ഇവർ ഓടി വന്നിട്ട് അടുത്തിരിക്കുന്ന വെള്ളം എടുത്ത് കുടിപ്പിക്കുന്നു. അഖിലിന് എന്താ രണ്ട് കൈയില്ലേ? കയ്യിൽ കൊടുത്ത അഖില് കുടിക്കില്ലേ?